മേഘമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന 3 വസ്തുതകൾ ഇപ്പോൾ ഞാൻ സംക്ഷിപ്തമായി നിങ്ങളെ അറിയിക്കുകയാണ്. 2013 ആണ്ട് നവംബർ മാസം 15-ാം തീയതി ഈ ക്രിസ്തുരാജ ദേവാലയത്തിൽ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം ദൃശ്യമായ ആ അത്ഭുതകരമായ സംഭവം പരിശുദ്ധ കത്തോലിക്ക സഭ നീണ്ട 11 വർഷത്തെ പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്രകാരം വിശ്വാസി സമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഈ അത്ഭുതം പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കുർബാനയിലുള്ള സത്യവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതാകയാൽ അതിനെ ദിവ്യകാരുണ്യ അത്ഭുതമായി കരുതുന്നതിന് തടസ്സങ്ങൾ യാതൊന്നുമില്ല എന്ന് ശ്ലൈഹിക സിംഹാസനം അറിയിക്കുന്നു. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. സാധാരണഗതിയിൽ ഒരു അത്ഭുതം സഭയിൽ അത് ഒത്തിരി സമയമെടുത്താണ് അത് കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരിക. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള അത്ഭുതം മലബാറിൽ, പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയിൽ വിളക്കണ്ണൂർ 2013 നവംബർ 15-നാണ് വിശുദ്ധ കുർബാന മധ്യേ രാവിലത്തെ പ്രഭാതത്തിലെ കുർബാനയിൽ അന്നത്തെ വികാരിച്ചനായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ കുർബാന അർപ്പിക്കുമ്പോൾ രോഗാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയിലൊരു അടയാളം രൂപപ്പെടുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ആ അടയാളത്തിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വരികയും ചെയ്തു എന്നുള്ളതാണ്. അച്ഛനെന്ന ഓസ്തി മാറ്റിവെച്ചു, കുർബാന പൂർത്തിയാക്കി. അന്ന് ബലിയർപ്പിക്കാൻ വന്നിരുന്ന ആളുകൾ കുറച്ച് പേരൊക്കെ ഇത് കാണുകയും ഈശോയുടെ മുഖം നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നൊരു മഹാത്ഭുതത്തിന് സാക്ഷികളാകുകയും ചെയ്തു. പിന്നീട് പള്ളിയിൽ അത് ആരാധനയ്ക്ക് വെച്ചു. ഒരുപാട് ജനം ഇവിടെ എത്തി. ഇത് 10-12 വർഷം മുമ്പത്തെ കാര്യമാണ്. പിന്നീട് തിരുവോസ്തി തലശ്ശേരി ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് സീറോ മലബാർ സിനഡിൻ്റെ ഡോക്ടറൽ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള പഠനം, ഇവിടുത്തെ പഠന റിപ്പോർട്ടുകൾക്ക് ശേഷം വീണ്ടും അത് ഇങ്ങോട്ട് ഈ ഇടവകയിലേക്ക് എത്തിച്ചു. പക്ഷെ വീണ്ടും അത് വത്തിക്കാനിലേക്ക് വിശ്വാസ തിരുസംഘത്തിലേക്ക് കൊണ്ടുപോവുകയും ന്യൂൻഷ്യോ വഴി അതങ്ങനെ പോയി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അതേക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. 12 വർഷത്തെ കാത്തിരിപ്പാണ്. റോമിൽ നിന്നുള്ള സമയമെടുത്തുള്ള പഠനം, ചില സയൻറ്റിഫിക് പഠനങ്ങൾ തന്നെ, ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് ഇത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വത്തിക്കാനിൽ നമുക്കൊരു അറിയിപ്പ് വന്നത്. ഇത് ഒരു അസാധാരണമായ ഒരു സംഭവമാണ്. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവിക ഇടപെടലായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞുള്ള അറിയിപ്പ് കിട്ടിയത്. ഇന്ന് ഔദ്യോഗികമായിട്ട് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവൃദ്ധി പിതാവ്, പാമ്പളാനി പിതാവ് ഇന്ന് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ പബ്ലിക്കിനെ അറിയിച്ചു. ഇതുവരെ വളരെ രഹസ്യമായിട്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത്. പ്രത്യേകിച്ചിട്ട് പൊന്റിഫിക്കൽ സീക്രട്സിയിൽ വന്ന കാര്യമായതുകൊണ്ട് ആരും അറിയാതെയുള്ള പഠനങ്ങളായിരുന്നു, അറിയിപ്പുകളായിരുന്നു. തിരുവോസ്തി എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നും ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതേക്കുറിച്ച് അറിയിക്കാം എന്ന് പിതാവിന് അറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ജനത്തെ അറിയിച്ചത്. ഇനി ഒഫീഷ്യലായിട്ടുള്ള ഇതിൻ്റെ ഡിക്ലറേഷൻ വരാൻ പോകുന്നത് 31-ാം തീയതി ആഘോഷമായി ഈ പള്ളിയിൽ വെച്ച് തന്നെ ന്യൂൻഷ്യോ അഭിവന്ധ്യ ജിറല്ലി പിതാവ് വന്ന് ആ ഡോക്യുമെൻ്റ് പ്രഖ്യാപിക്കും. വിശുദ്ധ കുർബാന ഔദ്യോഗികമായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ദേവീജനത്തിന് വലിയൊരു ആത്മീയ ഉണർവാണ്, സംശയിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് 2024 തലശ്ശേരി രൂപതയുടെ ദിവ്യകാരുണ്യ വർഷമായിരുന്നു. അതിൻ്റെ ഒരുപക്ഷെ ഈ ഒരു മഹാസംഭവത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണെന്ന് ഞാൻ കരുതുകയാണ്. തലശ്ശേരിയിലേക്ക് ഈശോ എന്തുമാത്രം കൃപയാണ് തരുന്നത്. വലിയ ആത്മീയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒത്തിരി കൃപ സീറോ മലബാർ സഭയ്ക്ക് മുഴുവൻ, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് മുഴുവൻ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. വലിയൊരു ആത്മീയ ചൈതന്യം, മുന്നേറ്റം നമ്മുടെ രൂപതയിലുണ്ട്. പ്രത്യേകിച്ച് വലിയ തീർത്ഥാടനങ്ങൾ സംഘടിപ്പിച്ചു. മലബാറിലെ പ്രത്യേക തലശ്ശേരിയിലെ ഇടവക സമൂഹം എല്ലാം ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും ഊർജ്ജസ്വലമായ കാലമാണ്. അഭിവന്ധ്യ പാമ്പളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം ഒരു വലിയ ദൈവകൃപയാണ്. പിതാവിലൂടെയും വലിയ കാര്യങ്ങൾ കേരള സഭയിൽ, സീറോ മലബാർ സഭയിൽ നടക്കുന്നുണ്ട്.
പല പ്രതിസന്ധികളുണ്ടെങ്കിലും ഈശോ ജീവിക്കുന്ന ഈശോ ഈ രൂപതയുടെ കൂടെയും ദൈവജനത്തിൻ്റെ കൂടെയും അഭിവന്ദ്യ പിതാക്കന്മാരുടെ കൂടെ, പ്രത്യേകിച്ച് എറണാകുളം വിഷയമൊക്കെ നമ്മൾ പല രീതിയിൽ സങ്കടപ്പെടുത്തുമ്പോൾ ഈശോ തിരുവോസ്തിയിലുള്ള ഈശോ എല്ലാവരുടെയും ഹൃദയങ്ങളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള വലിയ അർത്ഥങ്ങൾ ഇതിനുണ്ടെന്ന് ഞങ്ങൾ കരുതുകയാണ്. 31-ാം തീയതിക്കത്തെ വലിയൊരു സംഭവത്തിന് വേണ്ടി അതിരൂപത മുഴുവൻ ഒരുങ്ങുകയാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ അറിയിക്കാൻ പറ്റും. തലശ്ശേരിയിലെ മുഴുവൻ വൈദികരും എത്തിച്ചേരുന്ന, ദൈവജനം എത്തിച്ചേരുന്ന വലിയ ഒരു സംഭവത്തിലായിരിക്കും, സമൂഹത്തിലായിരിക്കും 31-ാം തീയതിയിലെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ വരുന്നത്. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ, നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ഇത് കേരള സഭയുടെ അഭിമാന നിമിഷം. ശാസ്ത്രലോകത്തിന് പോലും വിശദീകരിക്കാനാകാത്ത സത്യം വിളക്കന്നൂരിൽ. അതെ, അത്യധികം അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ഞങ്ങൾ വിശ്വാസികളെ ആ വാർത്ത അറിയിക്കുകയാണ്. 2013 നവംബർ 15 കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ പള്ളിയിൽ ദിവ്യബലിക്കിടയിൽ തിരുവോസ്തിയിൽ യേശുവിന്റെ മുഖം പതിഞ്ഞ അത്ഭുതം സത്യമാണെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. ഇതിനെ സംബന്ധിച്ച പ്രസ്താവന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയാണ് വിശ്വാസികളെ അറിയിച്ചത്. തലശ്ശേരി സീറോ മലബാർ അതിരൂപതയുടെ കീഴിലുള്ള വിളക്കന്നൂരിലെ ക്രൈസ്ത കിങ് പള്ളിയിൽ നടന്ന ഈ മഹാത്ഭുതത്തെ 12 വർഷം നീണ്ടുനിന്ന പഠനത്തിന് ശേഷമാണ് തിരുസഭ അംഗീകരിച്ചത്. ഇതോടെ നമ്മുടെ കൊച്ചു കേരളവും ദിവ്യകാരുണ്യനാഥന്റെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ചേരുകയാണ്. സ്വർഗം മണ്ണിലേക്ക് ഇറങ്ങുന്ന ഈ അസുലഭ നിമിഷത്തിൽ നമുക്കും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.